യെസ്. അപ്പോൾ നമ്മൾ കരാട്ടെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കണത് ഒരു ഇൻസ്ട്രക്ടറുടെ മുന്നിലല്ല ശരിക്കും നിൽക്കുന്നത്, അല്ല നിൽക്കേണ്ടത്. നമ്മൾ മുന്നിൽ നിൽക്കുന്നത് കരാത്തെ എന്ന മാർഷൽ ആർട്ടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആര് ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് അവിടെ വിഷയമല്ല. മനസ്സിലായില്ലേ? ഇൻസ്ട്രക്ടർ ആരാണെന്നുള്ളതല്ല അവിടെ വരുന്നത്, അല്ലെങ്കിൽ വരേണ്ടത് കരാത്തയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അമൃതേശ്വര ക്ലാസ് എടുക്കുകയാണെങ്കിലും വേലായുധൻ ക്ലാസ് എടുക്കുകയാണെങ്കിലും ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിലും രാജീവൻ ക്ലാസ് എടുക്കുകയാണെങ്കിലും ഒക്കെ അതേ മൈൻഡോടുകൂടി നിൽക്കാൻ പറ്റും. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് വലിയൊരു മാഷ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നല്ല എന്താ പറയുക റെസ്പെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ശ്രദ്ധയോടെ നിൽക്കുക. ചെറിയ മാഷാണ് ക്ലാസ് എടുക്കണേ അപ്പോൾ കെയർലെസ് ആവുക, അങ്ങനെയില്ല. നമ്മൾ വരുന്നത്, നമ്മൾ നിൽക്കുന്നത് കരാത്തയുടെ മുന്നിലാണ്, കരാത്തയുടെ മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ വരേണ്ടത് കരാത്തെ എന്ന ആർട്ടാണ് നമ്മുടെ മുന്നിൽ മനസ്സിൽ തെളിഞ്ഞു വരേണ്ടത്. മനസ്സിലായി? ഇപ്പോൾ പല ക്ലാസ്സുകളിലും പറ്റുന്നത് അതാണ്, മാഷിൻ്റെ വലിപ്പം നോക്കിയിട്ടാണ്. അങ്ങനെ പാടില്ല. എന്നേക്കാളും രാജീവിനേക്കാളും വേലായുധനേക്കാളൊക്കെ വലുതായ എന്താണ് ആർട്ടാണ്, ഈ കരാത്തെ എന്ന ആർട്ടാണ്. ഈ ആർട്ടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതാണ്. അപ്പോൾ നമ്മൾ സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഞാനില്ല, അല്ലെങ്കിൽ വേലായുധനില്ല, രാജീവനില്ല, ആരുമില്ല. പക്ഷേ അവിടെ എന്തുണ്ട്? കരാട്ടയുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ആ റെസ്പെക്റ്റും ആ സീരിയസ്നെസ്സും ഒക്കെ നമുക്ക് വരും. അല്ലെങ്കിൽ വരില്ല. സെൽഫായിട്ട് ചെയ്യല്ലേ, പ്രശ്നമില്ല, ലൂസായിട്ട് ചെയ്യാം, അങ്ങനെയല്ല. എപ്പോഴും കരാത്തെ എന്ന മാർഷൽ ആർട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ കരാത്തെ എന്ന എന്താ പറയുക ഒരു ദൈവം പോലെയാണ്. അതിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പോഴാണ് പ്രാക്ടീസ് വരുള്ളൂ. ഓക്കെ, ശരി. നമ്മളുടെ ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1979 നോട്ട് ചെയ്തോളൂ. 1979 പ്രൊഫസറാണ് ക്ലാസ് തുടങ്ങിയത്. ഇവിടെ നസീർ ഹാൾ എന്നൊരു ഹാള് പേര് ഇപ്പോഴും അത് തന്നെ തോന്നുന്നു അല്ലേ? നസീർ ഹാള് അങ്ങനെയല്ലേ? ഓക്കെ, നസീർ ഹാളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അവിടെ ഒന്ന് ജോയിൻ ചെയ്ത ആളാണ്. മനസ്സിലായി? നസീർ ഹാൾ. അപ്പോൾ അന്നത്തെ സീനിയർ സ്റ്റുഡൻസ് ഒരു വിമൽ കുമാർ, മറ്റേ പാട്ട് മറ്റേ അമിതാഭ് ബച്ചൻ്റെ പരിപാടിക്കൊക്കെ പോയിട്ടുള്ള, അറിയോ വിമൽ? ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു, വിമൽ കുമാറൊക്കെ. അതിനുശേഷം ഞാൻ അവിടെ എന്താ പറയുക പർപ്പിൾ ബെൽറ്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ ക്ലാസ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നഷ്ടപ്പെടാനുള്ള കാരണം ആ കൊല്ലമാണ് മാവേലി സ്റ്റോർ തുടങ്ങുന്നത്. 80 മാവേലി സ്റ്റോർ തുടങ്ങുന്നത്. അപ്പോൾ ആ മാവേലി സ്റ്റോറുകാർക്ക് ഈ ഹാൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്ഥലമില്ലാണ്ടായി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ ഇരിഞ്ഞാലവിടെ പോയി ബ്ലാക്ക് ബെൽറ്റ് വരെ അവിടെ പഠിക്കുന്നത്. അങ്ങനെയാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ ക്ലാസ് വീണ്ടും തുടങ്ങുന്നത് ജയൻ സെൻസൈ വേറൊരു ക്ലാസ് തുടങ്ങി പടാകോളത്തിൻ്റെ അവിടെയാണ് തുടങ്ങുന്നത്. അതിന് ശേഷം അത് ഇങ്ങനെ പടാകോളത്തിൻ്റെ അവിടെ തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ ലാസ്റ്റ് ഇവിടെ വന്ന് നിൽക്കുകയാണ്. കുറേ നാൾ ജയൻ സെൻസൈ എടുത്തിരുന്നു, അതിനുശേഷം ഞാനാണ് എടുക്കുന്നത്. അങ്ങനെ കേട്ടോ, അതാണ് നമ്മുടെ ചരിത്രം. അതായത് 79 എത്ര വർഷമായി കൂട്ടി നോക്കിയാലോ? 24 21 അല്ലേ? 45 കൊല്ലമായിട്ടാണ് നമ്മളുടെ ക്ലാസ് ഉണ്ട്. അന്ന് തുടങ്ങി ഇന്നേ വരെ നമ്മൾ ട്രഡീഷണൽ കരാട്ടയാണ് പഠിപ്പിക്കുന്നത്. സ്പോർട്സ് കരാത്തെ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് നമുക്കില്ല. ഈ സ്പോർട്സ് കരാത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കരാത്തയിലെ കുറച്ച് ഭാഗങ്ങൾ അടർത്തിയെടുത്തിട്ട് അതുമാത്രം പ്രാക്ടീസ് ചെയ്ത് മത്സരങ്ങൾക്ക് പോകുന്ന ഒരു ഏർപ്പാടാണ് സ്പോർട്സ് കരാത്തെ. നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ട്രഡീഷണൽ കരാത്തയാണ്. ട്രഡീഷണൽ കരാത്തെ പഠിച്ചു കഴിഞ്ഞാൽ കരാത്തെ പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കരാത്തെ പഠിച്ചാൽ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഡിസിപ്ലിൻ, അതുപോലെ പങ്ക്ച്വാലിറ്റി, അതുപോലെയുള്ള എന്താ പറയുക സത്യസന്ധത, ഇങ്ങനെയുള്ള ഗുണങ്ങൾ, അച്ചടക്കം ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ മറ്റുള്ള മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. മീൻസ് ഇപ്പോൾ ആവശ്യമില്ലാത്ത ഇപ്പോൾ ഇന്നത്തെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലേ? മയക്കുമരുന്നുണ്ട്, മദ്യമുണ്ട്, പുകവലിയുണ്ട്. ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഇതാണ് ഞാൻ കരാത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കിട്ടണമെങ്കിൽ ട്രഡീഷണൽ കരാത്തെ തന്നെ പഠിക്കണം. സ്പോർട്സ് കരാത്തെ എന്ന് പറഞ്ഞ ഒരു കളിയാണ്, ജസ്റ്റ് ഒരു കളിയാണ്. ഏതൊരു കളിയും പോലെ ഒരു കളി. അതുകൊണ്ടൊരു കാര്യമില്ല.
മീൻസ് കരാത്തെ പഠിക്കാൻ പറ്റില്ല, അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രശ്നമില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ കരാത്തെ എന്ന മാർഷൽ ആർട്ട് ജെനുവിനായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡോടെയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അതായത് അത് അങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മളൊരു കുട്ടി ഒരു ജപ്പാനിൽ പോയി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച തെറ്റാണ് എന്ന് ഒരിക്കലും വരാൻ പാടില്ല. അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോയിട്ട് കരാത്തെ ചെയ്യുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ ഇന്നത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ 2 മാസം കൊണ്ട് ടെസ്റ്റ് നടത്തി കുട്ടികൾക്ക് ബെൽറ്റ് കൊടുക്കുക. ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് കുട്ടികൾക്ക് ബെൽറ്റ് കൊടുക്കുക. നമ്മളങ്ങനെയല്ല, നമ്മൾ 5-6 മാസം കഴിഞ്ഞിട്ടാണ് ബെൽറ്റ് കൊടുക്കുക. ഈ 5-6 മാസത്തിനുള്ളിൽ ഒരു സിലബസ് ഉണ്ട്, നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. വൈറ്റ് ടു യെല്ലോ ഒരു സിലബസ് ഉണ്ട്. ഈ സിലബസ് കൃത്യമായി പഠിപ്പിച്ച് അത് കുട്ടികൾ കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്ന ആൾക്ക് ബോധ്യം വരുമ്പോഴാണ് നമ്മൾ ടെസ്റ്റ് നിർത്തുക. അതൊരു 5-6 മാസം പിടിക്കും. ഈ 2 മാസം കൊണ്ട് ടെസ്റ്റ് എടുത്ത് ബെൽറ്റ് എടുത്ത് ആ ബെൽറ്റ് മാത്രം ഉണ്ടാവും, കരാട്ടെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? 2 കൊല്ലം കൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് നമ്മൾ 5-6 കൊല്ലം കൊത്തിയിട്ട് ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കണം. എന്തുകൊണ്ടാണ്? അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു മാനദണ്ഡമുണ്ട്. ഈ മാനദണ്ഡ പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ഈ കുട്ടികൾക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യും. നമ്മൾ എന്താ പറയുക, വെള്ളം ചേർക്കാത്ത കരാത്തേന് പഠിപ്പിക്കുന്നത്. ലോകം മുഴുക്കെ സ്റ്റുഡൻസും ലോകം മുഴുക്കെ ടെസ്റ്റുകൾ നടത്താൻ നമുക്ക് താല്പര്യമില്ല. നമ്മുടെ അടുത്ത് വരുന്ന തുച്ഛമായ സ്റ്റുഡൻസ് കറക്റ്റായിട്ട് പഠിപ്പിക്കുക, കറക്റ്റ് മുന്നോട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ കാര്യം, മിക്ക സമയത്തും എൻ്റെ സ്റ്റുഡൻസ് എന്നെ വിളിക്കാറുണ്ട്. പലപ്പോഴും ഗൾഫിലോ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഉള്ള സ്റ്റുഡൻസ് വിളിച്ചിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ക്ലാസ്സിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും സ്റ്റാൻഡേർഡില്ലാത്ത ക്ലാസ്സുകളാണ് ഇവിടെ നടക്കണേ എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? അല്ലെങ്കിൽ അവരെന്താ പറയുക, സാറ് പഠിപ്പിച്ചൊന്നുമല്ല കേട്ടോ, ഇത് വേറെ നല്ല സാധനം ഇവിടെ ഉണ്ടെന്ന് പറയും, ഇല്ലേ? അതാണ്. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. ഓക്കെ, ബെസ്റ്റ്.